Trivandrum! Get up!
ട്രിവാൻഡ്രം. സന്തോഷം. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നത്. സോ താങ്ക് യു സോ മച്ച്. എവിടെ വരാൻ കഴിഞ്ഞാൽ ഏതാ? ഇല്ലടേ, കഴിഞ്ഞ മാസം വന്നില്ല. വന്നോ? എവിടെയാടാ വന്നോ? കഴിഞ്ഞ മാസം വന്നോ? ഇല്ലടാ, എന്നെമാതിരി വേറെ ആരെയില്ലായിരിക്കും. അല്ലെ നീ എവിടെ ഞാൻ റോഡിൽ കൂടെ പോണപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ അവിടെ മിക്ക തിരുവനന്തപുരത്ത് വരെയാണെങ്കിൽ തട്ടുകടയാണ് നമ്മുടെ ബേസ്റ്റ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും നീ. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുന്ന ആൾക്കാരെ ഞാനൊന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ കാര്യം? അപ്പോൾ ഐ വോണ്ട് സേ താങ്ക്സ് ടു അച്ഛന്മാർക്ക് ഇരിക്കാൻ സ്ഥലമില്ലേ? ഓക്കെ. ട്രിവാൻഡ്രം ഫെസ്റ്റ്, താങ്ക് യു. എനിക്കാണ് എല്ലാ ആഘോഷങ്ങളും ഏറ്റവും അധികം നടക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഓണാണെച്ചാലും ക്രിസ്മസ് ആണെങ്കിലും ക്രിസ്മസിനൊക്കെ അവിടെ വന്ന ഇവിടെ തോരണങ്ങൾ, ഞാൻ ഒറ്റപ്പാലം തൃശ്ശൂർ വളർന്ന നാട്ടിലുള്ള ആളാണ്, പക്ഷേ ഏറ്റവും അധികം ഞാൻ തിരുവനന്തപുരത്തെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു കയ്യടി. ഇങ്ങനത്തുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന പ്രത്യേകിച്ച് CSI സൗത്ത് കേരള ഡയസിസ്, താങ്ക് യു സോ മച്ച്. ഇവിടെ ഈ ട്രിവാൻഡ്രം ഇന്നിപ്പോൾ ഒരു അച്ഛനോട് അവിടെ ബാക്ക് സ്റ്റേജിൽ ഇരുന്നിട്ട് ഒരു അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ 17 ഏക്കർ ഉണ്ടെന്ന്. മക്കളെ വേറെ ലെവലാണ് കേട്ടോ നിങ്ങളൊന്നും. അപ്പോൾ അത് ദൈവാനുഗ്രഹം, ദൈവം പല രീതിയിൽ അനുഗ്രഹിക്കുമല്ലോ. 17 ഏക്കർ ട്രിവാൻഡ്രം ടൗണിലൊക്കെ ഒരു സ്ഥലം നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആരുവാ? അപ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്ത് അതൊക്കെ അപ്പച്ചന്മാരും ആ കാലഘട്ടത്തിലുള്ളവർ അവരുടെ ഒരു വിഷനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മേടിച്ചിടുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞൊരു സന്തോഷം. അപ്പോൾ CSI സൗത്ത് കേരള ഡയസിസും ആക്സും കേരള ടൂറിസവും കൂടെ ചെയ്യുന്ന ഈ ഒരു ക്രിസ്മസ് പീസ് ഫെസ്റ്റിവൽ എല്ലാവർക്കും സമാധാനം ഉണ്ടോ? ഇവിടെ ഇരിക്കുമ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാനെപ്പോഴും ബാൻഡിൻ്റെ അടുത്ത് പറയാം, നമുക്കൊക്കെ ടെൻഷനുണ്ട്, നമുക്കൊക്കെ പ്രശ്നങ്ങളും കടബാധ്യതയും പ്രശ്നങ്ങളും വീട്ടിൽ വഴക്കും അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ബിസിനസ്സിന് എവിടെയെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അല്ലേ? ഈ ഒരു സന്തോഷം സമാധാനം എപ്പോഴും ഉണ്ടാവട്ടെ. ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. ഈവൻ പറയണത് ഈ സംസാരിക്കുന്ന എനിക്കുണ്ട് സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ, അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങളുടെ കൂടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ക്രിസ്മസും സമാധാനത്തിൻ്റെ ഫെസ്റ്റിവലൊക്കെ കൊണ്ടാടണ്ടേ? അപ്പോൾ അതിനുവേണ്ടി നല്ല ഒരു ബാൻഡിനെ കൊണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ വായിക്കുന്ന മ്യൂസിഷ്യൻസിനെ ഞാൻ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. ഓൺ ദ ലീഡ് ഗിറ്റാർ ആകാശ്. ആകാശ് ഒരു ഗംഭീരമായ ആർട്ടിസ്റ്റാണ്, ഈസ് എ പ്രൊഡ്യൂസർ. സോ താങ്ക് യു ആകാശ് ഫോർ ബീങ്. ആകാശ് ഒരു തൃശ്ശൂരുകാരനാണ് കേട്ടോ. ഉണ്ട് അവിടെ. ഓഹോ, തൃശ്ശൂർ നോക്കുമ്പോൾ അവൻ്റെ ഭാഷ വേറെയാണ്, പേടിക്കണ്ട മോനെ. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ തകർക്കും. ഇന്ന് ഡ്രം വായിക്കുന്നത് നമ്മുടെ നിഖിലാണ്. ഇന്ന് നിഖിൽ ഒരു ഫ്യൂഷൻ ഡ്രമ്മറാണ്, വെരി യങ് ആർട്ടിസ്റ്റ്. നമ്മുടെ ബേസ് ഗിറ്റാർ വായിക്കുന്ന ഒരു പുലിയാണ് കേട്ടോ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ജാക്സൺ, ഓൾ ദ വേ ഫ്രം കൊച്ചിൻ. അപ്പോൾ ഇത്രയും പേരാണ്. പാട്ടുകാർ 2 പേരുണ്ട്. പാട്ടുകാർ വരണേക്കാട്ടിലും മുമ്പ് ആ മൈക്കൊന്ന് സ്റ്റാൻഡ് കൊടുക്കണം. നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് 2 പാട്ടൊന്ന് വായിച്ചാലോ? അല്ലേ? പാടും എൻ്റെ കൂടെ. ഇതിൽ എത്ര പേര് ചർച്ച് മെമ്പേഴ്സാണ്? കുറച്ച് പേരല്ലേ. പിന്നെ എത്ര പേരുണ്ടോ? അപ്പോൾ കുറച്ച് പാട്ടൊക്കെ പാടും എൻ്റെ കൂടെ. തിരുവനന്തപുരം പിന്നെ അതല്ലാതെ വന്നിരിക്കുന്ന നാട്ടുകാരൊക്കെ ഒന്ന് കൈവന്നിച്ചാൽ, നാട്ടുകാരൊന്ന് ശബ്ദം ഉണ്ടാക്കിയേ. അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന കുറച്ച് പാട്ടുകൾ ഞാൻ വായിക്കാം. എന്തായാലും ഒരു പള്ളി സംഘടിപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ട് 2 പാട്ട് വായിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ ഒന്ന് എൻ്റെ കൂടെ പാടുവോ? അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും
എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. തിരുത്തരം പാടുമോ? നന്ദിയോടെ എനിക്കായി നീ ചെയ്തോരോ എനിക്കായി നീ ചെയ്തോരോ സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോ എന്നും നന്ദിയോടെ ഞാൻ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അറിയോ? ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടും. നിൻ മഹാ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്കും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം പരിശുദ്ധൻ മഹോന്നത പരമെങ്കും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. ഹല്ലേലൂയ
സൈന്യവുമായി മെഗരൂഢനായി വരുന്നിതാ വിരവൻ തൻ പ്രിയ സുതനെ തന്നോടു ചേർപ്പാൻ